വെൽക്കം ടു +1 മാത്തമാറ്റിക്സ് ക്ലാസ്. ചാപ്റ്റർ 1 സെറ്റ്സിലെ മിസലേനിയസ് എക്സർസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. പേജ് 27 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി നീഡ് നോട്ട് ഇംപ്ലൈ ബി ഈസ് ഈക്വൽ ടു സി. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷനും എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ തുല്യമാണ്. എന്നിരുന്നാലും ബിയും സിയും തുല്യമാകണമെന്ന് നിർബന്ധമില്ല എന്ന് തെളിയിക്കാം. ബിയും സിയും തുല്യം ആകാം, ആകാതിരിക്കാം. അപ്പോൾ തുല്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് തെളിയിക്കുക. അതിനായിട്ട് ഏതെങ്കിലും 2 എക്സാമ്പിൾ എടുക്കുക. അതായത് ഏതെങ്കിലും എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിയുടെ വാല്യൂ സെറ്റ് 1 2 5 6. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 വരും. ഇനി എ ഇൻ്റർസെക്ഷൻ സിയും സെറ്റ് 1 2 വരുന്ന രീതിയിൽ സി എടുക്കുക. സി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 7 8 എന്നെടുത്തു. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബിയും സെറ്റ് 1 2, എ ഇൻ്റർസെക്ഷൻ സിയും സെറ്റ് 1 2 ആണ്. എന്നാൽ ബിയും സിയും തുല്യമല്ല, ബി നോട്ട് ഈക്വൽ ടു സി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ലെറ്റ് എ ആൻഡ് ബി ബി സെറ്റ്സ് ഇഫ് ഇ ആൻഡ് എ ഇൻ്റർസെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ് 5 ആൻഡ് എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് ഫോർ സം സെറ്റ് എക്സ് ഷോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ എക്സ് എന്നെടുക്കുക, ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ എക്സ് എന്നെടുക്കുക. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ 2 സെറ്റ്സ് എയും എക്സും കൺസിഡർ ചെയ്താൽ എ എന്ന സെറ്റും എക്സ് എന്ന സെറ്റും, അപ്പോൾ ഇവരുടെ യൂണിയൻ എ യൂണിയൻ എക്സ്. ഈ എ യൂണിയൻ എക്സിൽ എക്ക് എ ഇൻ്റർസെക്ഷൻ, ഈ എ യൂണിയൻ എക്സിന് എയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എ തന്നെ വരുമല്ലോ. കാരണം എ യൂണിയൻ എക്സ് ഇത് മുഴുവനാണ്, അതും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എ വരും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എയ്ക്ക് പകരം എ ഇൻ്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ എക്സ് എന്നെടുക്കുക. അപ്പോൾ നമ്മളിവിടെ എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഓഫ് എ യൂണിയൻ ഓഫ് എക്സ് എന്ന് എടുക്കാം. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ഇവിടെ എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എ യൂണിയൻ എക്സിന് പകരം ബി യൂണിയൻ എക്സ് എന്നെഴുതാം. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യണം. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ എക്സ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എക്സ്. ഇനി എ ഇൻ്റർസെക്ഷൻ എക്സ് നൾ സെറ്റാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ നൾ സെറ്റ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി തന്നെ നൾ സെറ്റുമായിട്ടുള്ള യൂണിയൻ എന്ന് പറയുമ്പം അത് തന്നെ വരുമല്ലോ. അപ്പോൾ ഇത് 1. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ എക്സ് എന്ന് എടുത്ത് ചെയ്യാം. ഇനി നമ്മൾ ബി ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ എക്സ് എന്നെടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ ഓഫ് ബി യൂണിയൻ എക്സ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ യൂണിയൻ എക്സ് ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എക്സ് എന്ന്. അപ്പോൾ ഇവിടെ ഈ ബി യൂണിയൻ എക്സിന് പകരം എ യൂണിയൻ എക്സ് എന്ന് കൊടുക്കുന്നു. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതായത് ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എക്സ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബി ഇൻ്റർസെക്ഷൻ എക്സ് നൾ സെറ്റാണെന്ന്. ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി 1 അപ്പോൾ ഇത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് 2. ഇപ്പോൾ ഫ്രം 1 and 2 1ൽ എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടി, 2ൽ ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കിട്ടി. അപ്പോൾ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് എയും ബിയും ഈക്വൽ ആണെന്ന് പറയാം. ഫ്രം 1 and 2 വി ഹാവ് എ ഈസ് ഈക്വൽ ടു ബി. Number 12. Find sets A, B and C such that A intersection B, B intersection C and A intersection C are non-empty sets and A intersection B intersection C is equal to empty set, null set. അതായത് എയും ബിയും സിയും 3 സെറ്റ്സ് എടുക്കണം. എയിലും ബിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, ബിയിലും സിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം, എയിലും സിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ 3ലും കൂടി കോമൺ എലമെൻറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതായത് ഇപ്പോൾ ഞാനിവിടെ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്നെടുക്കുന്നു.
എയിലും ബിയിലും കോമൺ ആയിട്ട് 1 2 എടുത്തു. 1 2 ഇനി ബിയിലും സിയിലും വരുന്ന കോമൺ എലമെൻറ്റ് എയിലില്ലാത്ത എടുക്കണം. 1 to 6 ആണ് ഇവിടെ ബിന്ന് എടുത്തിരിക്കുന്നത്. സി ആയിട്ട് എയിലും സിയിലും കോമൺ ആയിട്ട് 3 ഇട്ടു. 3 5 ബിയിലും സിയിലും കോമൺ ആയിട്ട് 6 ഇട്ടു. ബിയിലും സിയിലും കോമൺ ആയിട്ട് 1 ഇട്ടാലോ 2 ഇട്ടാലോ അത് 3-നകത്തും വരും. അതുകൊണ്ട് അത് വരാത്ത രീതിയിൽ എടുത്തു. ഇനി ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി നോക്കുക. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 1 2 ആണ്. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിയിലും സിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 6 ആണ്. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലും സിയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് 3 ആണ്. എന്നാൽ 3-ലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? 3 എലമെൻറ്റിൽ 3-ലും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ നൾ സെറ്റ് ഇങ്ങനെ 2 മെമ്പേഴ്സ് എന്ന് എഴുതായിരുന്ന അത് നൾ സെറ്റിൻ്റെ സിമ്പിളാണല്ലോ. അല്ലെങ്കിൽ Question number 30. In a survey of 600 students in a school, 150 students were found to be taking tea and 225 taking coffee. 100 were taking both tea and coffee. Find how many students were taking neither tea nor coffee. അതായത് 600 പേരാണ് ആകെ ഉള്ളത്. അതിൽ 150 പേര് ടീ NF എന്ന് പറയുന്നത് 150. അതുപോലെ തന്നെ കോഫി എടുക്കുന്നവർ NOC = 225. രണ്ടും കഴിക്കുന്നവർ NF ഇൻ്റർസെക്ഷൻ C 100. ഇനി NF യൂണിയൻ C = NF + NF C - NF ഇൻ്റർസെക്ഷൻ C. അത് നമുക്ക് 275 എന്ന് കിട്ടുന്നു. അതായത് 275 600-ൽ 275 പേര് ചായ കാപ്പി ഏതെങ്കിലും ഒക്കെ കഴിക്കുന്നവരാണ്. അപ്പോൾ ഒന്നും കഴിക്കാത്തവർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി എന്ന് പറയുന്നത് 600-ൽ നിന്ന് 275 കുറച്ചാൽ 320.